ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഓൾറെഡി 10th സ്റ്റാൻഡേർഡിൽ കോർഡിനേറ്റ്സിനെ കുറിച്ച് പഠിച്ചതാണ്. ഇപ്പോൾ ഒരു ലൈൻ L1 എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഒരു ലൈനാണ് L1 ഇസ് ഡിനോട്ടഡ് ബൈ L. അപ്പോൾ ഇത് കോർഡിനേറ്റ്സ് എന്താ? x1, y1, x2, y2, a, b. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഡിസ്റ്റൻസ് ഫോർമുല എന്താ? റൂട്ട് ഓഫ് x2 minus x1 whole square plus y2 minus y1 whole square. Okay, distance formula. ഇപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് എന്താ? ചെരിവ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എം. ഇപ്പോൾ ഒരു ലൈനിൻ്റെ ചെരിവ് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? x1, y1, x2, y2. അപ്പോൾ എം ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ വരാം? y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. ഓക്കെ, ഇത് നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ ഓൾറെഡി പഠിച്ചതാണ്. ഇനി ആംഗിൾ ആണെങ്കിൽ തന്നത് എന്തെങ്കിൽ? ആംഗിൾ ആണെങ്കിൽ എന്തായിട്ട് എടുക്കണം? എം ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഓക്കെ, ചെരിവ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ സ്ലോപ്പ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ ലൈൻ, ഒരു ലൈനുണ്ട്, ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഓഫ് ലൈൻ ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം അത് ഒരു ലൈനിൻ്റെ ഇക്വേഷനാണെന്ന് പറയും. എക്സാമ്പിൾ 2x പ്ലസ് 3y പ്ലസ് 7 ഈക്വൽ ടു 0. ഇതൊരു ലൈനിൻ്റെ ഇക്വേഷനാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി ആണ്. സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി. ഇപ്പോൾ ഒരു ഇക്വേഷൻ ഓഫ് ദ ലൈൻ തന്നിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ മൈനസ് എ ബൈ ബി. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? മൈനസ് 2/3. ഓക്കെ, ഇനി പാരലൽ ലൈൻസ്. ലൈന് രണ്ടെണ്ണം ഉണ്ട്, പാരലൽ ലൈൻസ്. പാരലൽ ലൈൻ്റെ എക്സാമ്പിൾ എന്താ? ഒരു റെയിൽവേ ട്രാക്ക്, റെയിൽവേ ലൈൻസിൽ എന്താ? ഒരു പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, ഇത്ര രണ്ട് ലൈൻസ് നീട്ടി വരച്ചാലും എന്താവില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യൂല, കൂട്ടിമുട്ടൂല. ഓക്കെ, L1, L2. ഇപ്പോൾ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: y is x plus by plus c equal to 0, L1. Two lines are parallel. രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. അതായത് m1 ഈസ് ഈക്വൽ ടു m2. ഈ ലൈനിൻ്റെ സ്ലോപ്പ് m1 ആണെങ്കിൽ m2, ഈ രണ്ടിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി പെർപെൻഡിക്കുലർ ലൈൻസ്. അപ്പോൾ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് ഇതിൻ്റെ പെർപെൻഡിക്കുലർ L1, L2. ഇപ്പോൾ L1, L2 പെർപെൻഡിക്കുലർ ആണ്. ഈ കണ്ടീഷൻ എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. പ്രൊഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ് -1. അതായത് m1 ഇൻറ്റു m2 എന്ത് വരും? -1 വരും. ഓക്കെ, അപ്പോൾ m1 ഈസ് ഈക്വൽ ടു -1 ഡിവൈഡ് ബൈ m2 വരും, ഓർ m2 ഈസ് ഈക്വൽ ടു മൈനസ് ഡിവൈഡ് ബൈ m1. ഓക്കെ, ഇനി എങ്ങനെ ഒരു ഇക്വേഷൻ ഓഫ് ദ ലൈൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ ഓഫ് ദി ലൈൻ ഇതിലൊന്നാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. അതായത് ഒരു പോയിന്റും തരും, സ്ലോപ്പും തരും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ എങ്ങനെ വരാം? ഉദാഹരണത്തിന് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ലൈൻ പോയിന്റ് 2, 3, slope is 3. അപ്പോൾ സ്ലോപ്പ് 3, m ഈക്വൽ ടു 3 തന്നിട്ടുണ്ട്. അപ്പോൾ പോയിന്റ് എത്ര? 2, 3. നമുക്കറിയാം പോയിന്റ് സ്ലോപ്പ് ഫോമിൻ്റെ ഇക്വേഷൻ എന്താ?
വൈ മൈനസ് വൈ വൺ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. ഈ ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എം എത്രയാണ്? 3 ആണ്. വൈ വൺ എത്ര വരും? 3 വരും. എക്സ് വൺ 2 വരും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? വൈ മൈനസ് വൈ വൺ എത്ര വരും? 3 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് മൈനസ് 2 വരും. ഇതെന്താക്കും? ഇത് മൾട്ടിപ്ലൈ, ക്രോസ് മൾട്ടിപ്ലൈ. 3x ഇൻറ്റു 2. അപ്പോൾ വൈ മൈനസ് 3 ഈസ് ഈക്വൽ ടു 3x മൈനസ് 6 വരും. അപ്പോൾ ഇതെന്താക്കും? നമ്മൾ ഈ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി എന്ന രൂപത്തിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താക്കും? വൈനാൽ ഇപ്പുറം കൊണ്ടുവരും. 3x മൈനസ് വൈ പ്ലസ് 3 മൈനസ് 6 ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വരും? 3x മൈനസ് വൈ മൈനസ് 3 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അപ്പം ഇങ്ങനെ ഒരു ലൈൻ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ അതൊരു ലൈനിൻ്റെ ഒരു കോർഡിനേറ്റ്സിൻ്റെ ലൈനിൻ്റെ ഇക്വേഷനാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അടുത്ത ഫോമാണ് സ്ലോപ്പ് 2 പോയിന്റ് ഫോം. 2 പോയിന്റ് ഫോം. ഇപ്പോൾ 2 പോയിന്റ് വരും. എന്നിട്ട് ഇക്വേഷൻ ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കാൻ പറയും. ഇക്വേഷൻ ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ വൈ മൈനസ് വൈ വൺ ഈസ് ഈക്വൽ ടു എമ്മിന് വരെ വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. ഓക്കെ, ഇതാണ് 2 പോയിന്റ് ഫോം. അപ്പോൾ 2 പോയിന്റ് വരും. എക്സ് വൺ കോമ വൈ വൺ, എക്സ് ടു കോമ വൈ ടു. ഇങ്ങനെ 2 പോയിന്റ് വന്നിട്ട് ഇക്വേഷൻ ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കണോ? സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 1 എന്താക്കുക? സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മറ്റേ സ്ലോപ്പ് പോയിന്റ് ഫോമിൽ തന്നെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടിക്കോളും. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഇന്റർസെപ്റ്റ് ഫോം. ഇന്റർസെപ്റ്റ് ഫോം. ഇപ്പോൾ ഇന്റർസെപ്റ്റ് ഫോം എന്താ പറയുന്നത്? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇപ്പോൾ ഇതെന്താ? എ കോമ 0, എന്ത് വരും? 0 കോമ ബി. എ കോമ 0. അപ്പോൾ ഇതാണ് എക്സ് ഇന്റർസെപ്റ്റ്. എക്സ് ഇന്റർസെപ്റ്റ് എന്താ? എക്സിൽ തട്ടുന്ന പോയിന്റ് ഏതാ? എ. അപ്പോൾ എ കോമ 0. വൈ ഇന്റർസെപ്റ്റ് എന്താ? 0 കോമ ബി. ഓക്കെ, ഇത് ജനറൽ ഫോമാണ്. എന്ത് ജനറൽ ഫോം? എന്ത്? എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. ജനറൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എം ഈസ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി. ഇനി അടുത്ത ജനറൽ ഇക്വേഷൻ വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. എന്താ? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പും ഇന്റർസെപ്റ്റും തന്നെ വൈ ഈസ് ഈക്വൽ എം എക്സ് പ്ലസ് സി. ഓക്കെ, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ഇനി അടുത്തത് ഒരു പോയിന്റും പിന്നെ ഒരു ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഈ പോയിന്റ് വന്നിട്ടുണ്ടാവും എക്സ് കോമ വൈ, എക്സ് വൺ കോമ വൈ വൺ. ഇതിൻ്റെ ഇക്വേഷൻ ലൈൻ എന്താ? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ ദൂരം കണ്ടുപിടിക്കണം, ഡിസ്റ്റൻസ്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്താ? ഫസ്റ്റ് എ ഇൻറ്റു എക്സ് വൺ, ഇവിടെയുള്ള എക്സ് വൺ ഇടാം, പ്ലസ് ബി ഇൻറ്റു വൈ വൺ പ്ലസ് സി ഡിവൈഡ് ബൈ ഇതൊരു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഡിസ്റ്റൻസ് എപ്പോൾ പോസിറ്റീവ്, അതുകൊണ്ട് മോഡ് എടുക്കണം. ഓക്കെ, മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇതെന്താ? ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫോം പി പോയിന്റ് എക്സ് വൺ കോമ വൈ വൺ ഓൺ ലൈൻ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. പിന്നെ അടുത്ത 2 ലൈനിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ അതിൻ്റെ സ്ലോപ്പ് വന്നിട്ടുണ്ട്, M1 M2 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ? നമ്മൾ തീറ്റയാന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് 2
ലൈൻസ് ഇൻ സ്ലോപ്സ് ആർ ഗിവൺ M1 M2 ഫൈൻഡ് ദ ആംഗിൾ തീറ്റ കണ്ടുപിടിക്കുക. അപ്പോൾ ടാൻ തീറ്റ എടുക്കണം. ടാൻ തീറ്റ എന്ത് വരും? ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ M1 മൈനസ് M2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് M1 M2. ഓക്കെ, ഇതിങ്ങനെ ചെയ്താൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു M2 മൈനസ് M1 ആയാലും കുഴപ്പമില്ല. ഓക്കെ, ആംഗിൾ കണ്ടുപിടിക്കാൻ ടാൻ ഇൻവേഴ്സ് അപ്പുറം പോയാൽ മതി. ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇത് ഇക്വേഷൻ എന്താ? ഇമേജ് the image of a point x1 comma y1 about a line ax plus by plus c equal to 0. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇമേജ് കണ്ടുപിടിക്കാം? a into r1 plus x dr plus y coordinates where r is the r is the 2 into ax1 plus by1 plus c divided by a square plus b square. ഇത്രയും കാര്യമാണ് സ്ട്രൈറ്റ്സ്. പിന്നെ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ അപ്പോൾ കോർഡിനേറ്റ്സ് വന്നിട്ട് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കേണ്ടി വരും. എന്ത് വരും? x1 y1 x2 y2 x3 y3. അപ്പം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇടാം. പിന്നെ ഇതൊരു പാറ്റേണിലാണ് പോകുന്നത്. x1 ഇങ്ങനെ ഇവിടെ x2 എഴുതാം, x3 എഴുതാം. ഇത് 1 2 3 ഈ പാറ്റേണിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 കഴിഞ്ഞാൽ y2 മൈനസ് y3 1 2 3. ഇവിടെ 2 കഴിഞ്ഞാൽ എന്ത് വരും? y3 മൈനസ് y1 വരും. അടുത്ത 3 കഴിഞ്ഞാൽ എന്ത് വരും? y1 മൈനസ് y2. ഇപ്പം ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോഡ് എടുത്തിട്ട് ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ കിട്ടും കേട്ടോ. അപ്പോൾ കോർഡിനേറ്റ്സ് ഇങ്ങനെ തരും. 3 കോർഡിനേറ്റ്സ് വന്നിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. അടുത്തെന്താ? ഇക്വേഷൻ ഓഫ് ബൈസെക്ടർ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ. ഇതൊരു a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ ടു 0. അപ്പോൾ അടുത്തെന്താ? ആൻഡ് a2x പ്ലസ് b2y പ്ലസ് c2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ബൈസെക്ട് ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതായത് ഇതും നമ്മൾ എന്താക്കണം? a1x പ്ലസ് b2y പ്ലസ് c1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ ഈക്വൽ ടു എന്താക്കണം? a2 പ്ലസ് ആണ് a2x പ്ലസ് b2y പ്ലസ് c2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a2 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ. ഇത്രയും ഇക്വേഷൻസ് ആണ് നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻസിൽ പഠിക്കേണ്ടത്. ഓക്കെ, ഇത്രയും ഇക്വേഷൻസ് എന്താക്കണം? പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻസിലെ പ്രോബ്ലം ക്ലിയർ ചെയ്യാം. ഓക്കെ, നമ്മളിന്ന് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ദാറ്റ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 1,5 ആൻഡ് 2,3. ഇക്വേഷൻ ഓഫ് ദ ലൈനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇത് 2 പോയിന്റ് ആണ്. അപ്പോൾ 2 പോയിന്റ് ഫോം വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താക്കാം? സ്ലോപ്പ് കണ്ടുപിടിക്കുക. 1,5 ആൻഡ് 2,3. ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? m ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. അതായത് 3 മൈനസ് 5 ഡിവൈഡ് ബൈ 2 മൈനസ് 1. 3 മൈനസ് 5 എന്ന് വെച്ചാൽ -2 ഡിവൈഡ് ബൈ 1. അപ്പോൾ സ്ലോപ്പ് എത്ര വരും? -2 ആണ്. ഇനി നമുക്ക് എന്താക്കാം? ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് നമുക്ക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ആണ് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. അപ്പോൾ ഞാൻ ഈ 1,5 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുന്നു. ഓക്കെ, 1,5 ആ പോയിന്റ് എടുത്തിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ y മൈനസ് 5 y1 എന്താ? 5 x1 y1 5 m എത്ര? -2 ഇൻറ്റു x എത്ര? x ഇൻറ്റു x മൈനസ്
x1 എന്ന് വെച്ചാൽ എത്ര 1 വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യും. y മൈനസ് 5 ഇസ് ഇക്വൽ ടു മൈനസ് 2x പ്ലസ് 2 വരും. ഇനി നമുക്ക് എന്താക്കുക, ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 അങ്ങനത്തെ രൂപത്തിലേക്ക് ആക്കിയെടുക്കുക ഇതിന്. അപ്പോൾ ഇതിനെ എന്താക്കാം, അപ്പുറം കൊണ്ടുപോവുക. 2x പ്ലസ് y മൈനസ് 5 മൈനസ് 2 ഈക്വൽ ടു 0. 2x പ്ലസ് y മൈനസ് 7 ഈക്വൽ ടു 0. ഇതേത് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ എ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ലോക്കസ് ഓഫ് എ പോയിന്റ് ഹൂസ് ആപ്സിസ് ആൻഡ് ഓർഡിനേറ്റ്സ് ആർ ഓൾവേസ് ഈക്വൽ. എന്താ ആപ്സിസ് ആന്ന് വെച്ചാൽ എന്താ, ഓർഡിനേറ്റ് എന്താ? ആപ്സിസ് ആന്ന് വെച്ചാൽ എക്സ് ആക്സിസ് ആണ്, ഓർഡിനേറ്റ് എന്ന് വെച്ചാൽ വൈ ആക്സിസ്. ഓക്കെ, എക്സ് ആക്സിസും വൈ ആക്സിസും ഈക്വൽ ആകുമ്പോൾ എന്താ കണ്ടീഷൻ? എക്സ് ഈക്വൽ ടു വൈ. ഇപ്പം എന്ത് വരും? എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0. അതേതാ ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ എ. ഓക്കെ, ആപ്സിസ് എന്താണ്? എക്സ് ആക്സിസ്, കോർഡിനേറ്റ് വൈ ആക്സിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ കോർഡിനേറ്റ് ഓഫ് ദ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് ഓൺ ദ ലൈൻ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എക്സ് പ്ലസ് വൈ മൈനസ് ഇക്വൽ ടു 0. കോർഡിനേറ്റ്സ് ഓഫ് ദ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. അപ്പോൾ ഒന്നുകിൽ നമുക്കിത് ഈ ലൈനിൽ നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 0 കിട്ടുന്നുണ്ടോ നോക്കാം, ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് എച്ച് കെ എന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ പറ്റും, നോക്കാം. നമുക്കൊന്ന് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ലൈനിലോട്ട് പോയിന്റ് പാസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ എന്തോ ഒരു 0 കിട്ടണം. ഇത് എന്തൊരു എക്സിന് ഫസ്റ്റ് എന്താ, എക്സ് പ്ലസ് വൈ മൈനസ് 11 ഈക്വൽ ടു 0. ഫസ്റ്റ് മൈനസ് 6,5 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തൊരു 6 പ്ലസ് 5 മൈനസ് 0. ഇത് 0 കിട്ടുന്നില്ല, അപ്പോൾ ഒന്നാമത്തെ ആൻസർ അല്ല. രണ്ടാമത്തെ എന്താ, 5,6 ഇട്ട് കൊടുക്കാം. 5,6 മൈനസ് 11 ഈക്വൽ ടു 0. ഇത് കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ എന്താ, മൈനസ് 5,6 ഇട്ട് കൊടുക്കുക. എന്തൊരു മൈനസ് 5,6 മൈനസ് 11 ഈക്വൽ ടു 0. ഇതും കിട്ടുന്നില്ല. ഇത് 6,5 എന്തൊക്കെ ഇട്ട് കൊടുത്താൽ എന്തൊരു, അപ്പോൾ ഇതും കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൽ ഏതാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താക്കണം, നമ്മൾ നോർമൽ മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ ഇക്വേഷൻ എന്താ, എക്സ് പ്ലസ് വൈ മൈനസ് 11 ഈക്വൽ ടു 0. ഓക്കെ, പെർപെൻഡിക്കുലർ പോയിന്റ് 2,3. നമുക്കറിയാം ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും, സ്ലോപ്പ് മൈനസ് എ ബൈ ബി ആണ്. അപ്പോൾ അതായത് മൈനസ് 1 വരും. ഓക്കെ, അപ്പോൾ മുകളിലേക്കുള്ള സ്ലോപ്പ് എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ് എന്താ, M1 M2 എന്ത് വരും? ഇത് എച്ച് കെ എന്ന് പറഞ്ഞ പോയിന്റ്. പ്രൊഡക്റ്റ് ഓഫ് ദ കെ മൈനസ് 3 ഡിവൈഡ് ബൈ എച്ച് മൈനസ് 2 ഇൻറ്റു സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ കെ എച്ച് കെ എടുക്കുക, മറ്റേത് 2,3 എടുക്കുക. ഈ രണ്ടിൻ്റെ സ്ലോപ്പ് എത്ര വരും? ഇത് y2 മൈനസ് y1, 3 മൈനസ് കെ ഡിവൈഡ് ബൈ 2 മൈനസ് കെ. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇൻറ്റു മൈനസ് 1 ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ എച്ച് മൈനസ് കെ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എച്ച് മൈനസ് കെ എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, നമുക്ക് ഇതിനെന്താക്കാം, നമ്മളെ ഇക്വേഷൻ എന്താ, കെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എച്ച് പ്ലസ് കെ മൈനസ് 11 ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ 1 ഇക്വേഷൻ 2 സോൾവ് ചെയ്യുമ്പോൾ സോൾവിങ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 നമുക്ക് എന്ത് കിട്ടും? കെ എച്ച് ഇസ് ഈക്വൽ ടു 5, കെ ഇസ് ഈക്വൽ ടു 6 കിട്ടും. ഓപ്ഷൻ നമ്പർ ബി ആണ് എൻ്റെ ആൻസർ. ഇത് രണ്ടും എല്ലാം നമുക്ക് എയും സിയും എല്ലാം ഓൾറെഡി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ
എച്ച് ഇവിടെ ഇട്ട് കൊടുക്കും, കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് എച്ച് മൈനസ് കെ ഈക്വൽ ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ച് 5 കെ 6 കിട്ടി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Equation of the straight line that passing through the point and perpendicular line. Okay. അപ്പോൾ equation of straight line passing through the point 3,4 and perpendicular 3x plus 2y plus 5 equal to 0. അപ്പോൾ ഇതിൻ്റെ 3,4 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് സ്ട്രെയിറ്റ് ലൈൻ, ആൻഡ് പെർപെൻഡിക്കുലർ അപ്പോൾ ഇത് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് ലൈൻ 3,4 പാസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇക്വേഷൻ 3x plus 2y plus 5 is equal to 0. ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് ചോദിക്കുന്നത്. ഇക്വേഷൻ ഓഫ് ലൈനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് എത്ര? സ്ലോപ്പ് എന്ത് വരും? -a/b, അതായത് -3/2. ഇതിൻ്റെ സ്ലോപ്പ് പ്രൊഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ് എന്തായിരിക്കും? -1 ആണ്. പ്രൊഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ് -1 ആണ്. അപ്പോൾ m1 എത്ര വരും? അപ്പോൾ m2 എന്ത് വരും? 2/3 വരും. ഓക്കെ, ഇൻറ്റു 2/. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് 2/3. നമുക്കറിയാം സ്ലോപ്പും ഒരു പോയിന്റും കിട്ടി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ കണ്ടുപിടിച്ചിട്ട് സ്ലോപ്പ് പോയിന്റ് ഫോം വെച്ചിട്ട് ഇപ്പോൾ y മൈനസ് y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. y മൈനസ് y1 എത്ര? ഇത് x1 y1. y1 4 ആണ്. അപ്പോൾ m എത്ര വരും? 2/3 ഇൻറ്റു എക്സ് മൈനസ് 3. അപ്പോൾ y മൈനസ് 4 ഇൻറ്റു 2/3 എക്സ് മൈനസ് 3. ഇത് 3 അപ്പുറം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും y മൈനസ് 3 ഇൻറ്റു y മൈനസ് 4 2 ഇൻറ്റു എക്സ് മൈനസ് 3 വരും. ഇത് അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3y മൈനസ് 12 ഈക്വൽ ടു 2x മൈനസ് 6. അപ്പം എന്താക്കണം? y അപ്പുറം കൊണ്ടുപോയി 2x മൈനസ് 3y പ്ലസ് 12 മൈനസ് 6 ഈക്വൽ ടു 0. അപ്പോൾ 2x മൈനസ് 3y പ്ലസ് 6 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ? 2x മൈനസ് 3y പ്ലസ് 6. 2x മൈനസ് 3y പ്ലസ് 6 ഈക്വൽ ടു 0. മൈനസ് 3y പ്ലസ് 6. അപ്പോൾ ഓപ്ഷൻ നമ്പർ എ 4A ഇട്ടു. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് 5,12 ഫ്രം ഒറിജിൻ? അപ്പോൾ ഒറിജിന് 5,12ന്റെ ഡിസ്റ്റൻസാണ് ചോദിക്കുന്നത്. 0,0. ഇപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് എന്തൊക്കെ നമുക്ക് ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് x2 മൈനസ് x1. ഇപ്പോൾ 5 മൈനസ് 0 സ്ക്വയർ പ്ലസ് 12 മൈനസ് 0 സ്ക്വയർ. അപ്പോൾ എത്ര വരും? 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. ആൻസർ എന്ത് വരും? 25 പ്ലസ് 144, അതായത് 169, 13 വരും. ഓപ്ഷൻ ഡി. ഓക്കെ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് -3 - 2 ആൻഡ് 1 -1 -1. ഇതിൻ്റെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല എന്താ? y2 മൈനസ് y1 x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് 3 എന്ത് വരും? -2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ 4 പ്ലസ് 1 എത്ര വരും? √5 വരും. ഓപ്ഷൻ ബി. Find the distance between the point 3, -2. Okay. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുക? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ
Find the distance between the point 3 comma minus 2 and 1 comma minus 1 and minus. So y root of x2 minus x1 whole square plus y2 minus y1 whole square. ഓക്കെ എ ബി എന്ന് പറഞ്ഞ പോയിന്റാണ് വിചാരിക്കുക. അപ്പോൾ എന്തൊരു -2 മൈനസ് എന്തൊരു 4 സ്ക്വയർ പ്ലസ് 16 പ്ലസ് 1 റൂട്ട് 70 ഓപ്ഷൻ സി. ഓക്കെ, അടുത്തത് എ ബി സി കോർഡിനേറ്റ്സ് ഓഫ് ദി സെൻട്രോയിഡ് ട്രയാങ്കിൾ എ ബി സി ആർ 1, -1 വെർട്ടിസസ് ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ കോർഡിനേറ്റ്സ് വന്നിട്ടുണ്ട് 1, -1 -5, 3 അല്ല സെൻട്രോയിഡ് ആണ് എന്ത് 1, -1 തന്നിട്ടുള്ളത്. പിന്നെ കോർഡിനേറ്റ്സ് എന്താ അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 1, -1. വെർട്ടിസസ് ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി എ, ബി, സി. അപ്പോൾ സെൻട്രോയിഡ് വന്നിട്ടുണ്ട് എന്താ 1, -1. പിന്നെ എ എത്ര -5, 3. ബി എന്താ പി -1. സി എന്താ 6Q. അപ്പോൾ പിയും ക്യൂവും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻ എന്താ x1 + x2 + x3 / 3 ആണ് സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. അപ്പോൾ y1 + y2 + y3 / 3. അപ്പോൾ ഇത് മൂന്നും കൂട്ടിക്കഴിഞ്ഞിട്ട് 1 കിട്ടും. അപ്പോൾ എന്ത് വരും -5 + 6 + x1 x2 x3 കൂട്ടാം, ഇത് കൂട്ടാം, p / 3 എന്ത് കിട്ടണം 1 ആണ് കിട്ടണം. അപ്പോൾ പിയിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 3 അങ്ങോട്ട് വെക്കുമ്പോൾ 5 + എന്ത് വരും 3 വരും. അപ്പോൾ 5 എന്ത് വരും 1 + p = 3. p എത്ര വരും 3 - 1 2 വരും. ഓക്കെ, ഇനി അടുത്ത ക്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ക്യൂ അതേപോലെ തന്നെ എന്ത് വരും y1 + y2 + y3 കൂട്ടാം, 3 + 3 - 1 + q / 3 എന്ത് വരും -1 വരും. അപ്പോൾ 2 + q എന്ത് വരും 2 + q -3 വരും. q എന്ത് വരും -5 വരും. അതായത് 2, -5, അതായത് ഓപ്ഷൻ ബി വരും. ഇനി ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ഹുസ് സ്ലോപ്സ് ആർ. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് ഉണ്ട്. അപ്പോൾ സ്ലോപ്സ് അതിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ സ്ലോപ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 സ്ലോപ്സ് തന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് tan θ = എന്ത് വരും tan θ = m1 - m2 / 1 + m1 m2. അപ്പോൾ 2 - √3 / 2 + √3 1 + 2 - √3 × 2 + √3. ഇത് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും 2 കട്ടായി -3 2 - 2√3 / 1 + ഇത് ചെയ്യുമ്പോൾ എന്ത് വരും 4 + 2√3 - 2√3 + 3. ഇപ്പോൾ ഇത് കട്ടായിട്ട് എന്ത് വരും tan θ = എന്ത് വരും -2√3 / മോഡുണ്ട് 1 + 1 വരും. അപ്പോൾ tan ഇൻവേഴ്സ് 5 - 3 2 വരും. അപ്പോൾ 2 × കട്ടായിട്ട് എന്ത് വരും tan θ = √3 വരും. θ = tan ഇൻവേഴ്സ് √3 വരും. അപ്പോൾ tan ഇൻവേഴ്സ് √3 എന്താ 60 ഡിഗ്രിയാണ്, അതായത് π/3. ഓക്കെ, ഇപ്പോൾ 60 ഡിഗ്രിയാണ് ആൻസർ വരാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ലൈൻ പാസിംഗ് ത്രൂ
അപ്പോൾ ഇതിൻ്റെ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ലൈൻ പാസിങ് ത്രൂ ദ പോയിന്റ്. അപ്പോൾ ഈ രണ്ട് പോയിന്റിൽ പാസ് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. -3,8 2, -2. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്ത് വരും? ഇക്വേഷൻ ഓഫ് ദ ലൈൻ y2 മൈനസ് സ്ലോപ്പ് കണ്ടുപിടിക്കുക. y2 മൈനസ് y1 ഡിവൈഡ് ബൈ, അതായത് -2 -8 ഡിവൈഡ് ബൈ 2 -3, അതായത് -10 ഡിവൈഡ് ബൈ 5 വരും, അതായത് -2 വരും. അപ്പോൾ സ്ലോപ്പ് -2 ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ, ഇത് സ്ലോപ്പ് m1 -2. അപ്പോൾ ഈ m2 എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ് m1 × m2 -1 ആണ്. അപ്പോൾ m1 എന്ത് വരും? -1/m2 വരും. അപ്പോൾ അതായത് എന്തൊരു -1 -2 വരും. അപ്പോൾ അത് 1/2 ആൻസർ. ഓപ്ഷൻ എ. ഇനി അടുത്ത ദിവസം ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ 6x + 3y 5 = 0. ഇപ്പോൾ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് -a/b ആണ്. അപ്പോൾ -6/3, അതായത് -2. ഓപ്ഷൻ എ. ഓക്കെ, ഇത്രയേ ഉള്ളൂ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.